മുഖ്യധാര ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് അപ്പുറത്ത് ഇസ്ലാമിൻ്റെ തനത് സൗന്ദര്യവും ആവിഷ്കാരവുമാണ് സൂഫിസത്തിലൂടെ സാധ്യമാകുന്നത്. എല്ലാ മതങ്ങളിലും അതിൻ്റെ ആചാര സമ്പ്രദായങ്ങൾക്ക് അപ്പുറത്ത് ദൈവത്തെ സാക്ഷാത്കരിച്ച അധ്യാത്മ ആചാര്യന്മാരെ നമുക്ക് കാണാൻ കഴിയും. സെന്റ് ഖാദറിനെ പോലെ, അസീസിയെ പോലെ, മൊഹീദ്ദീൻ ഷെയ്ഖിനെ പോലെ, ഗുരുവിനെ പോലെ, ചട്ടമ്പി സ്വാമികളെ പോലെ, ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലെ അങ്ങനെ സാക്ഷാത്കാരം നേടിയ വ്യത്യസ്തരായ ആചാര്യന്മാരെ കാണാം. ഒരു ഭാഗത്ത് സംഘടിത മതത്തിൻ്റെ ബഹളവും ഘോഷവും ഒക്കെയായി വലിയ വിഭാഗം യാത്ര ചെയ്തു. വളരെ ന്യൂനപക്ഷമായി ഇപ്പുറത്ത് വളരെ ശാന്തമായി ബഹളങ്ങൾ ഏതുമില്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുന്ന, ആത്മാവിൽ ആനന്ദത്തിൻ്റെ നിറവോടുകൂടി സഞ്ചരിക്കുന്ന ഒരു അധ്യാത്മധാരയെ നമുക്ക് സകല മതങ്ങളിലും കാണാം. അത്തരത്തിലൊന്നാണ് ഇസ്ലാമിലെ തസവുഫ് അഥവാ സൂഫിസം എന്ന് പറയുന്നത്. ഇപ്പുറത്ത് മുഖ്യധാരയിൽ ഭക്തി എന്ന് പറയുന്നത് ആചാര സമ്പ്രദായങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണെങ്കിൽ സൂഫിസത്തിൽ ഭക്തി പ്രണയമാണ്. പ്രണയ കേന്ദ്രീകൃതമായ ഒരു ദിവ്യബന്ധമാണ് സൂഫിസത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ദൈവത്തെ ഭയപ്പെടുകയല്ല, ദൈവത്തെ പ്രണയിക്കുകയാണ്. അങ്ങനെ പ്രണയത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തരങ്ങൾ താണ്ടി ദൈവത്തിൽ വിലയം പ്രാപിക്കുന്ന ഒരവസ്ഥയാണ് തസവുഫ് മുന്നോട്ട് വെക്കുന്നത്. അവിടെ ഒരു ഗുരു ഉണ്ടാകണം. ആ ഗുരുവാകട്ടെ ഈ ശിഷ്യനുമായി ഏതെങ്കിലും തരത്തിൽ ബാധ്യതപ്പെടുന്ന ഒരു ശിഷ്യ ബന്ധമല്ല തസവുഫിൻ്റെത്. മറിച്ച് തസവുഫിൽ, സൂഫിസത്തിൽ ഗുരു ശിഷ്യന് ചിറക് നൽകുകയാണ് ചെയ്യുന്നത്, ചിറകിൽ കയറിയിരിക്കുകയല്ല. അതുകൊണ്ട് തന്നെ ഗുരു ശിഷ്യന് ചിറക് നൽകിക്കഴിഞ്ഞാൽ പിന്നെ ശിഷ്യൻ അവൻ്റെ ആകാശം കണ്ടെത്തി പറക്കണം. അത് പിന്നീട് ഒരിക്കലും അവൻ ഗുരുവിനെ കാണണമെന്നോ ഗുരുവുമായി സന്ധിക്കണമെന്നോ ഗുരുവിൻ്റെ അധ്യാപനങ്ങൾ തന്നെ ഒരു ബാധ്യതയായി ഏറ്റെടുക്കണമെന്നോ ഇല്ല. അങ്ങനെ സ്വന്തമായി ആകാശം കണ്ടെത്തുന്ന ശിഷ്യനെ സൃഷ്ടിക്കുകയാണ് ഗുരുക്കന്മാർ ചെയ്യുന്നത്. അധ്യാത്മ വഴിയിൽ ഇസ്ലാമിക ലോകത്ത് മുഖ്യധാര ഇസ്ലാമിക ദൈവശാസ്ത്രം അല്ലെങ്കിൽ ദൈവവിശ്വാസം അടയാളപ്പെടുത്തുന്ന സ്വർഗനരക സങ്കല്പങ്ങളിൽ പോലും വ്യത്യാസമുണ്ട്. ഞാൻ സ്വർഗം കത്തിച്ചു കളയാനും നരകത്തെ കെടുത്തിക്കളയാനുമാണ് പുറപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ റാബിയ ബസ്രി എന്ന ഒരു സൂഫി വനിതയെ നമ്മളെല്ലാം കേട്ടിരിക്കും. അഥവാ സ്വർഗനരകങ്ങൾക്കപ്പുറത്ത്, സ്വർഗമില്ലെങ്കിലും നരകമില്ലെങ്കിലും എനിക്കെൻ്റെ പ്രണയഭാചനത്തെ എങ്ങനെയാണ് പ്രണയിക്കാതിരിക്കാനാവുക എന്ന് ചോദിച്ചുകൊണ്ടാണ് സൂഫികൾ സഞ്ചരിക്കുന്നത്. സൂഫികളും സാധാരണ മുഖ്യധാര പൗരോഹിത്യ ഘടനയും ആചാരങ്ങളിലൊക്കെ ഒരുപോലെയാണെങ്കിലും അതിൻ്റെ ആന്തരിക ഭാവത്തിൽ വ്യത്യാസമുണ്ട്. സാധാരണ ജനങ്ങൾ നിസ്കരിക്കുന്നത് സ്വർഗത്തിൽ കടക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമാണെങ്കിൽ സൂഫിസത്തിലെ നിസ്കാരം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അനുരാഗത്തിൻ്റെ പ്രകടനമാണ്. സുജൂദ് ദൈവത്തെ ചുംബിക്കലാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആവിഷ്കാരമാണ്, പ്രണയാവിഷ്കാരമാണ് സൂഫിസത്തിൽ സാധിക്കുന്നത്. അവിടെ ദൈവം എന്നാൽ സ്നേഹമാണ്. മൂല്യങ്ങളിലൂടെ ദൈവത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. ഇവിടെ സ്വാമി പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തെ അറിയാൻ സാധിക്കുന്നത് നമ്മുടെ പ്രത്യക്ഷാനുഭവങ്ങളിലൂടെയാണ്, നമ്മുടെ ആന്തരിക അനുഭവങ്ങളിലൂടെയാണ്. ഈ അനുഭവങ്ങളിലൂടെ സാക്ഷാത്കരിക്കുന്ന ദൈവത്തെ നാം മൂല്യമാക്കി തീർക്കുക എന്നുള്ളതാണ്. കരുണയായി, സ്നേഹമായി, സഹവർത്തിത്വമായി, അപരനോടുള്ള കരുതലായി ദൈവത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് തസവുഫ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രണയത്തിനപ്പുറത്ത് ഒരു ഭാവവും ഭക്തിക്കുണ്ടാകരുത്. ഭക്തിയിൽ ഭയം കലർന്നാൽ, ഭക്തിയിൽ താല്പര്യം കലർന്നാൽ, ഭക്തിയിൽ ചോദ്യങ്ങൾ പോലും ആവശ്യങ്ങൾ പോലും കലർന്നാൽ അത് ഭക്തിയല്ലാതായിത്തീരും. ദൈവത്തോട് ചോദിക്കുകയല്ല, ദൈവത്തെ നിരന്തരമായി വാഴ്ത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം നമുക്കുള്ളതെല്ലാം പൂർത്തീകരിച്ചു തരുമെന്നുള്ളതാണ് തസവുഫിൻ്റെ കാതൽ. അവിടെ സംഗീതമുണ്ട്, നൃത്തമുണ്ട്, ആനന്ദോപാധികളുടെ ഇന്ദ്രിയ സുഖങ്ങളുടെ തല്ലാത്ത മറ്റെല്ലാ ആനന്ദോപാധികളും അവിടെയുണ്ട്. മതത്തിനകത്ത് സംഗീതമില്ല, മതത്തിനകത്ത് കലയില്ല, മതത്തിനകത്ത് സൗന്ദര്യമില്ല. എന്നാൽ തസവുഫ് എന്ന് പറയുന്ന ഇസ്ലാമിലെ അധ്യാത്മധാരയിൽ ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെ ദൈവത്തെ തൻ്റെ തന്നെ ഭാഗമായി കാണുന്ന, തൻ്റെ തന്നെ ഉള്ളിൽ അനൽ ഹക്ക്, ഞാനാകുന്നു, അഹം ബ്രഹ്മാസ്മി എന്നതിൻ്റെ അറബി ഭാഷ്യമാണ് അനൽ ഹക്ക്.
ഞാനാകുന്നു ആ മഹാസത്യം, എന്നിലാകുന്നു ആ മഹാസത്യം ഇരിക്കുന്നത്, എന്നിലൂടെയാണത് വെളിപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി അങ്ങനെ സാക്ഷാത്കരിക്കുന്ന. ഇത് പറഞ്ഞതുകൊണ്ട് ഇത് പറഞ്ഞ മൻസൂറുൽ ഹല്ലാജ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. മുഖ്യധാര മുല്ലമാരുടെ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ കരങ്ങളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പിന്നീട് വാഴ്ത്തപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ മൊഹീദ്ദീൻ ഷെയ്ഖിനെ പോലുള്ള, നമ്മുടെ കേരളത്തിലും മമ്പുറം സൈദലവി തങ്ങളെ പോലുള്ള ധാരാളം സൂഫികൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നത് ആ സൂഫി ധാരയാണ്. ദൗർഭാഗ്യവശാൽ പിൽക്കാലത്ത് സൂഫി ധാര ദുർബലമായി പോവുകയും ഈ കർക്കശമാർന്ന മത അനുഷ്ഠാന കേന്ദ്രീകൃത മതബോധങ്ങൾ മുഖ്യധാരയായി തീരുകയും ചെയ്തു എന്നുള്ളതാണ്. സൂഫി ധാരയാണ് മുഹമ്മദ് നബി പ്രതിനിധാനം ചെയ്തത്, ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ആ ദൈവസങ്കല്പം സകലരെയും ഉൾക്കൊള്ളുന്ന സർവാശ്ലേഷിയായ ദൈവസങ്കല്പമാണ്. ആൺപെൺ വിവേചനമില്ലാത്തതാണ്. എല്ലാവർക്കും കയറാവുന്ന, ഇവിടെ ലിയാഖത്തലി പറഞ്ഞതുപോലെ ലിയാഖത്തലിയുമായി ബന്ധപ്പെട്ട് ലിയാഖത്തലിയുടെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് നമുക്ക് യോജിക്കാനും വിയോജിക്കാനും ഉള്ള കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും കയറാവുന്ന ദേവാലയം എന്ന സങ്കല്പമാണ് തസവുഫ് മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു ദൈവസങ്കല്പം തീർച്ചയായും മനുഷ്യനെ സന്തോഷത്തിലേക്ക്, ശാന്തിയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. മോഡറേറ്റർ എന്ന നിലയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് തസവുഫിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മോഡറേറ്റർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇവിടെ അവതരിപ്പിച്ച 6 ആളുകളും വളരെ ഗംഭീരമായി അവതരിപ്പിച്ചു. പക്ഷേ അതോടൊപ്പം ഇതര മത സങ്കല്പങ്ങളിലെ ദൈവ ആവിഷ്കാരത്തെ നാം നോക്കിക്കാണുന്നത് വളരെ പരിമിതമായ തലത്തിലാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ വിഷയാവതരണം നടത്തുമ്പോൾ ചിലരെങ്കിലും ഇതര മത സങ്കല്പങ്ങളിലെ ദൈവാവിഷ്കാരത്തെ, ത്രിത്വം, ത്രിയേകത്വം, പിന്നെ അതുപോലെ അദ്വൈതം, കൃത്യമായ ബോധ്യവും കൃത്യമായ പഠനവും ഇല്ലാതെയാണ് ഇക്കാര്യങ്ങൾ പലപ്പോഴും മത കേന്ദ്രങ്ങളിൽ പരാമർശിക്കപ്പെടുന്നത് എന്നതുപോലെ ഈ വേദിയിലും ഖേദകരമായിട്ടെങ്കിലും പരാമർശിക്കപ്പെട്ടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ വിശ്വാസത്തെ യുക്തി വിരുദ്ധം എന്ന് ഒരിടത്ത് പരാമർശിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ വിശ്വാസം യുക്തിവിരുദ്ധമാകേണ്ടതില്ല. യുക്തിയാധിഷ്ഠിതമാകാനും യുക്തിക്കതീതമാണ് എന്ന് പറയുമ്പോഴും യുക്തിയാധിഷ്ഠിതമാകുന്നതിന് മതങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. വളരെ സന്തോഷകരമായി തോന്നിയ ഒരുപാട് പരാമർശങ്ങൾ നമ്മുടെ ഈ ചർച്ചയിൽ ഉയർന്നു കേട്ടു. അതിൽ അച്ഛൻ പറഞ്ഞ രക്ഷയുടെ വിശാലത, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട്, ഈശോ സഭയുടെ ഭാഗമായിട്ട് വന്ന അച്ഛൻ, പ്രബോധനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിഷനറി എന്ന് പറയുന്നത് ക്രൈസ്തവതയുടെ ഒരു ആണിക്കല്ലാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് സഭ എല്ലാ മതങ്ങളിലുമുള്ള രക്ഷാകരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പോപ്പ് വളരെ അർത്ഥവത്തായിട്ട് കാര്യം പറയുന്നുണ്ട്. എല്ലാ മതങ്ങളിലും രക്ഷയുണ്ടെന്ന്, എല്ലാ മതങ്ങളും മോക്ഷത്തിൻ്റെ വഴിയാണെന്ന് പറയുന്നു. അത് അച്ഛൻ വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു എന്നുള്ളതാണ്. ഇത് വലിയ ഒരു മാറ്റത്തിൻ്റെ, ലോകം തന്നെ മാറുന്നതിൻ്റെ സൂചനയാണ്. ഇത് ഇസ്ലാമിക ലോകത്തും പറഞ്ഞു വരുന്നുണ്ട്. നമ്മളുടെ ഒരു ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം എന്നൊരു പുസ്തകം ഞാൻ എഴുതുകയുണ്ടായി. വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു പുസ്തകം. അത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അത്തരത്തിലുള്ള ചർച്ചകളുണ്ട്. മതം മാറ്റമല്ല, മറിച്ച് ഓരോരുത്തരും അവരവരുടെ ധർമ്മങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള മുന്നേറ്റമാണ് ഉണ്ടാകേണ്ടത്. നീ നിന്റെ മതം ഉപേക്ഷിച്ച്, നിന്റെ ദൈവത്തെ ഉപേക്ഷിച്ച്, നിന്റെ വിശ്വാസം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വരൂ എന്ന് പറയുന്ന ആ കാലത്തിൽ നിന്ന് മാറി ഓരോരുത്തരും അവരവരുടെ ധർമ്മങ്ങളിൽ ഊന്നി നിന്ന് മുന്നോട്ട് പോകാൻ ശക്തിപ്പെടുത്തുന്ന ഒരു ധർമ്മ പ്രബോധനത്തിൻ്റെ രീതിയാണ് സ്വീകരിക്കേണ്ടത്. തീർച്ചയായും അച്ഛൻ്റെ ഈ ഒരു പരാമർശം ഒരു വലിയ കയ്യടിയോടുകൂടി നമുക്ക് അംഗീകരിക്കാം എന്ന് വിചാരിക്കുന്നു. അതുപോലെ സ്വാമി പറഞ്ഞ ഈ പ്രപഞ്ച വ്യവസ്ഥ, നിയമങ്ങളാണ് ദൈവം. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ലിയാഖത്തിലൂടെ പറഞ്ഞ ദൈവത്തിൻ്റെ വിധി എന്ന് പറയുന്ന സംഗതി പോലും സ്വാമിയുടെ ഈ ഒരു പരാമർശത്തിൽ അതിൻ്റെ സമൂലമായ ഉത്തരമുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ വിധി എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയാണ്. അഗ്നിക്ക് ചൂടുണ്ട് എന്നുള്ളത്, വെള്ളത്തിൽ മുങ്ങിയാൽ നനയും എന്നുള്ളത്, അത്
ഒരു പ്രപഞ്ച വ്യവസ്ഥയാണ്. അത് തന്നെയാണ് വിധി. അതിനപ്പുറത്ത് മനുഷ്യന്റെ കരങ്ങളാൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ വിധിയാണ് എന്ന് പറയുന്ന മതവിശ്വാസത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനത്തെയാണ് പലപ്പോഴും നാം എടുക്കാറുള്ളത്. ലിയാഖത്തിരിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണ്. ഈ മതത്തിൻ്റെ തെറ്റായതും വഷളായതുമായ ഭാഗങ്ങൾ മാത്രം കണ്ട് അതിനെ വിമർശിക്കുന്നതിന് പകരം മതത്തിൻ്റെ മേഖലയിൽ അച്ഛനെ പോലെ, സ്വാമിയെ പോലെ, പിന്നെ ജയരാജിയെ പോലെ, പിന്നെ AKP നായരെ പോലെയൊക്കെ ഉള്ള, നമ്മളൊക്കെ പോലെ ഉള്ള മതത്തിൻ്റെ ഏറ്റവും നല്ല വ്യാഖ്യാനങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് മതം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയല്ലേ യഥാർത്ഥത്തിൽ ലിയാഖത്തിലിയെ പോലെ സാമൂഹ്യ പരിഷ്കരണം ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്ന് ഈ ഘട്ടത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ നാസർ ഫൈസി ഇവിടെ പറഞ്ഞ ഏകത്വം, ഇവിടെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ പറഞ്ഞ എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള 7 ആളുകളും, നാസർ ഫൈസി ഉൾപ്പെടെ 7 ആളുകളും ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. അതിൽ AKP നായർ വളരെ കൃത്യമായി പറഞ്ഞു, ഏകമല്ലെങ്കിൽ പിന്നെ ഇവിടെ ദൈവമില്ല എന്നത്. സ്വാമി പറഞ്ഞു, ഏകമല്ലെങ്കിൽ ദൈവം അപൂർണനാണെന്ന്. ഏകമെന്ന സത്യത്തെ ഏത് വേദമാണ്, ഏത് മതദർശനമാണ് നിഷേധിക്കുന്നത്? എന്തിനാണ് ഏകമെന്ന ഒരു കാര്യം പഠിച്ച് വെറുതെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നത്? ഏകദൈവം ഏകദൈവം എന്ന് പറഞ്ഞ് എന്തോ ഒരു മഹാസംഭവമാണ് ഞാൻ പറയുന്നത് എന്ന മട്ടിൽ പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ഇവിടെ ഒരു മതവും ഒരു വേദവും ഒരു ദർശനവും ഏകമെന്ന സത്യത്തെ നിരാകരിക്കുന്നില്ല, നിരാകരിച്ചിട്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞ കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞോ ഒന്നിലധികം ദൈവങ്ങളുണ്ടെന്ന്? ഇതാരും പറയില്ല. ഇതാരോ പറയുന്നു എന്ന മട്ടിൽ ഏകദൈവത്തിന്റെ പുസ്തകം ആരും ഏറ്റെടുക്കേണ്ടതുമില്ല. കാരണം എല്ലാവരും പറയുന്നത് ഏകദൈവത്വം എന്ന മഹാസത്യത്തെയാണ്. ഇതാ ഈ ജ്ഞാനികളൊക്കെ ഇരുത്തിക്കൊണ്ടല്ലേ ഞാൻ പറയുന്നത്. അപ്പോൾ ഏകദൈവത്വം എന്ന് പറയുന്നത് എന്തോ എൻ്റെ കണ്ടെത്തലാണ് എന്ന മട്ടിൽ ഒരു മതവും പറയേണ്ടതില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോരുത്തരും നിങ്ങൾ എഴുതിയ ചോദ്യങ്ങൾ വളരെ നല്ല ചോദ്യങ്ങളാണ്. അതാത് ആളുകൾക്ക് കൈമാറിയിട്ടുണ്ട്. അവരുടെ അടുത്ത റൗണ്ടിൽ അക്കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശകലനങ്ങളായിരിക്കും ഉണ്ടാവുക. 5 മിനിറ്റ് മാത്രമാണ് ഒരാളുടെ സമയമെന്ന് അറിയിക്കുകയാണ്. ഞാൻ ആദ്യമായി മൈക്ക് അച്ഛന് കൈമാറുകയാണ്.